നവമി എന്തായാലും ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെയും വാക്കാൽ വലിയ പരാമർശം രൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വിഷയത്തിൽ ഇന്നും സമാന സാഹചര്യം ഉണ്ടാകുന്നു. എഴുതി നൽകാനടക്കം തയ്യാറാണ്. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ഒരാൾക്ക് മാത്രമായി പെൻഷൻ നൽകാൻ കഴിയില്ല എന്നടക്കം കോടതിയിൽ സർക്കാർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. ഇനി എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്? സ്വാഭാവികമായും എന്ത് പ്രതീക്ഷിക്കണം ഇനി? രഞ്ജിനി, ഇന്നലെ തന്നെ മറിയക്കുട്ടിയുടെ പെൻഷൻ നൽകുന്നതിലൊരു തീരുമാനം സർക്കാരിനോട് കോടതി ആവശ്യപ്പെട്ടിരുന്നു. ഇനിയും ഈ കേസ് നീട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ല. 1600 രൂപ സർക്കാരിനെ സംബന്ധിച്ച് ചെറിയ തുകയായിരിക്കും. പക്ഷേ മറിയക്കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ജീവിതമാണ്, രോഗിയായ സ്ത്രീയാണ്, അവർക്ക് മരുന്ന് വാങ്ങാൻ കാശില്ല, സഹായിക്കാൻ ആരുമില്ല. അതുകൊണ്ട് തന്നെ ഈ 600 രൂപ ഇനിയെങ്കിലും നൽകണം, അതിലൊരു നിലപാട് കൃത്യമായി അറിയിക്കണമെന്നൊരു ആവശ്യമാണ് ഇന്നലെ കോടതി അറിയിച്ചിരുന്നത്. കോടതിക്ക് മുന്നിൽ മറിയക്കുട്ടിയാണ് VIP, സർക്കാരോ ഇവിടെ വന്നിരിക്കുന്ന മറ്റ് അഭിഭാഷകരോ അല്ല. അതുകൊണ്ട് തന്നെ മറിയക്കുട്ടിയുടെ അവകാശം സംരക്ഷിക്കേണ്ടത് ഹൈക്കോടതിയുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ കൃത്യമായിട്ടുള്ളൊരു തീരുമാനം എത്രയും പെട്ടെന്ന് അറിയിക്കണം. അതിനായിരുന്നു ഇന്നത്തെ ദിവസം വരെ സർക്കാരിന് സമയം കൊടുത്തത്. പക്ഷേ സർക്കാർ ഇന്നും കോടതിയിൽ ആവർത്തിച്ചത് അതേ നിലപാടാണ്.